അവൻ ഈ ഭാഗത്ത് എവിടെയെങ്കിലും കാണും. ഇന്ന് നമ്മൾ അവന്റെ കാല് തല്ലി ഓടിച്ചില്ലെങ്കിൽ നാളെ അവനൊരു പടയുമായി വന്ന് നമ്മുടെ കഥ കഴിക്കും. ഞാൻ ഇതിലേ പോയി നോക്കാം. ഇത് പട്ടി ചന്തയ്ക്ക് പോയതുപോലെയായി. ഇനി അങ്ങോട്ടാ പോവാ? ബസ് കയറി കണ്ടെന്നല്ലേ നളിനം പറഞ്ഞ്. വാസുവിന്റെ കൂടെ കൊല്ലം നാണുണ്ട്. മിക്കവാറും പ്രഭാകരൻ മയ്യത്തെ നമുക്ക് കിട്ടുള്ളൂ. നിന്റെ തിരുവാതിര കൊണ്ടൊന്നും മൊഴിയാതെ. തിരുവാതിരല്ല, സംക്രാന്തി. ഒന്നും ഉണ്ടായിട്ടോ. സാറ് ശരിക്കും പോലീസ് തന്നെയാണോ? അതെ, പ്രഭാകരൻ എന്നാണ് എന്റെ പേര്. ഇയാളുടെ പേരെന്താ? ഇന്ദു. എന്തിനാ ഇവിടെ വന്നത്? ബേബിച്ച മുതലാളിയുടെ ആളുകളെ പേടിച്ച്. ബേബിച്ച മുതലാളിയോ? വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മ, പിന്നെ ചിറ്റപ്പൻ. ചിറ്റപ്പനോ? അതെ, രണ്ടാനച്ഛൻ. ഓഹോ, അപ്പൊ അമ്മ പെശകല്ലേ? അയ്യോ അല്ല, എന്റെ അമ്മ ഗതിയില്ലാതെ വന്നപ്പോ അങ്ങനെ അങ്ങ് ആയിപ്പോയതാ. ഇന്ദുവിന് കൂടപ്പറപ്പുകൾ ആരുമില്ലേ? ഒരു ചേട്ടനുണ്ട്. 12-ാം വയസ്സിൽ കറിക്കത്തി കൊണ്ട് ചിറ്റപ്പനെ വെട്ടി ഓടിപ്പോയതാ. പിന്നെ സർവത്ര പിഴയായി, ചത്തുപോയതിന് സമം. ചേട്ടന്റെ കാര്യം ഓർത്താണോ കരയുന്നത്? ആങ്ങളെ ചൊവ്വായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഈ ഗതി വരുമായിരുന്നു. സാറ് പോലീസല്ലേ, എന്നെ രക്ഷിക്കാമോ? ഞാനോ? ഞാനെങ്ങനെ രക്ഷിക്കാനാ? എനിക്ക് എന്റെ വീട്ടിൽ പോകാൻ പറ്റത്തില്ല. ചിറ്റപ്പൻ അമ്മയെ അടിച്ച് ചതച്ചിട്ട് അവിടെ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. ഒറ്റയ്ക്ക് നടന്ന ആ ബേബിച്ചിന്റെ ആൾക്കാർ എന്നെ പിടിച്ചോണ്ട് പോവും. എന്തിന്? നീ അയാളോട് എന്ത് തെറ്റ് ചെയ്തു? തെറ്റ് ചെയ്യാൻ സമ്മതിക്കാത്തോണ്ടാ അയാൾക്ക് എന്നോട് ദേഷ്യം. നടന്ന എന്താണെന്ന് വെച്ചാ നീ തുറന്നു പറ. എന്ത് ചെയ്യണമെന്ന് നമുക്ക് പിന്നീട് ആലോചിക്കാം. ആ കാലമാടം വന്നു. എനിക്ക് പേടിയാ, ഞാൻ പോണില്ല. ആഹാ, നീ ഇതുവരെ ഒരിക്കലേടി പോയി സാരി എടുത്തു നോക്ക്. അവൾക്ക് അവിടെ വരാൻ ഇഷ്ടമല്ല. ആ ബേബിച്ചിന്റെ സ്വഭാവം ചീത്തയാണെന്ന് എല്ലാവർക്കും അറിയാം. ഇത്രയും കാലം നിന്നെ നിന്റെ മകളെ തീറ്റിപ്പോറ്റി എന്നെ നിനക്ക് വിശ്വാസമില്ല. നന്ദി കെട്ട വർഗം. എടി, ഞാൻ എത്ര കാല് പിടിച്ചിട്ടാണെന്ന് അറിയാവോ അയാൾ ജോലി വരാൻ സംഭവിച്ചത്? ചൂലേ, മാസം 1000 രൂപ. എടി, പോയി സാരി കൊടുക്ക്. എന്റെ തനി സ്വരൂപം കാണണ്ട എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡി ആയിക്കോ. ഞാൻ കാറിലിരിക്കും. 5 മിനിറ്റിൽ വന്നേക്കണം. മോളെ, എതിർത്ത് നിൽക്കാനുള്ള ശേഷി നമുക്കില്ല. ഈ ദ്രോഹി എന്റെ മുമ്പിൽ വെച്ച് നിന്നെ നശിപ്പിക്കാനും മടിക്കില്ല. എന്റെ മക്കളൊന്നു പോയി നോക്ക്. നീ സൂക്ഷിച്ചു നിന്നാ മതി. ഇവളാണോടാ നിന്റെ കീപ്പിന്റെ മോള്? അമ്മേ, തള്ള എന്റെ കിട്ടുമ്പോ ഈ പെണ്ണിന് 1.5 വയസ്സാ പ്രായം. ഓ, നീ ടൈപ്പ് പഠിച്ചിട്ടുണ്ടല്ലേ? ലോവർ ജയിച്ചു. തൽക്കാലം അത് മതി. ഹയറിന് ഞാൻ പഠിപ്പിക്കാം. ആദ്യം ഇവിടെ തന്നെ തുടങ്ങണം എന്നുള്ളത് എന്റെ വലിയ മോഹമായിരുന്നു. എന്നാ നീ അപ്പുറത്തേക്ക് ചെല്ല്. ഞാൻ വിളിക്കുമ്പോ വന്നാ മതി. ഇവളോട് ഞാൻ സൗകര്യമായിട്ട് കുറച്ച് സംസാരിക്കട്ടെ. പിടിക്കണ അവളെ. വീട്ടിലെ സ്ഥിതി ഓർക്കാൻ കൂടി വയ്യ. അമ്മയെ അയാൾ കൊന്നു കാണുമോ എന്ന പേടി. പറയൂ, എന്നെ രക്ഷിക്കാമോ? ഞാൻ സാറിന്റെ കൂടെ വരട്ടെ? എന്ത് വിചാരിച്ചാ നീ എന്റെ പിന്നാലെ എങ്ങനെ വരുന്നത്? എനിക്ക് എന്നും ഓടാനേ സമയമുള്ളൂ. ഇപ്പൊ കള്ളന്മാർ ഓടിക്കുന്നു, അല്ലാത്തപ്പോ ബന്ധുക്കളും. ഞാൻ ഓടിച്ചിരുന്നിടത്ത് എന്തിനാ വന്ന് കയറിയത്? എന്നെ രക്ഷിക്കാൻ ദൈവം അയച്ചതാ. രക്ഷിക്കാനോ?
ഞാനോ? എന്റെ കൂടെ വന്നാൽ നിനക്ക് ദുഃഖം മാത്രമേ കിട്ടൂ. ഞാൻ കാണാത്ത ദുഃഖമോ? ഈ നനഞ്ഞത് കൊടുത്തോണ്ട് ഇങ്ങനെ നിന്നാ തണുത്ത് വിറങ്ങലിച്ച് ചത്തുപോകും. ഇതിട്ടോളൂ. മടിക്കണ്ട, മറ്റൊരു മാർഗവും ഇല്ല. നീ നമ്മളെ പ്രഭാകരനെ കണ്ടോ? ഏത് പ്രഭാകരൻ? കോൺസ്റ്റബിൾ പ്രഭാകരനോട്. സാറേ, സാറേ, നമ്മളെ ബനല്ലേ? ആ, വാ. ഇമ്മാതിരി ഭാർഗവീ നിലയത്തിലൊക്കെ വന്ന് വിളിച്ചാ പിന്നെ മനുഷ്യൻ കാണുമോ? ഓന്റെ കൂടെ എന്താണത്? അതൊരു പെണ്ണല്ലേ? ഓന്റെ കുപ്പായിട്ടോ? ആരെന്ത് ചോദിച്ചാലും ഒന്നും പറയണ്ട, ഊമയാണെന്ന് കരുതിക്കോളൂ. വാ. ഓളും വരിക കൂടെ. അല്ല, ഈ അതിന്റെ ഉള്ളിൽ എന്താ കഴിഞ്ഞിടോ? എല്ലാം വിശദമായി പറയാം. ഇവളെ കൂടെ നമ്മളവിടെ കൊണ്ടുപോകണം. എങ്ങോട്ട്? എന്റെ വീട്ടിൽ. ഏ, ദേവി, ഇത് ഇവളെ കൂടെ ജീപ്പിൽ കയറ്റാൻ സാറ് സമ്മതിക്കണം. ആ, കേറ് കേറ് കേറ്. വാ, കയറിക്കോ. കയറിക്കോന്നോ? വല്ല അന്വേഷണവും കാര്യമുണ്ടെങ്കിൽ 3 ആളെ പണി ഒരുമിച്ച് പോയി കിട്ടും. പോട്ടണ പണി, ഈ പിന്നെ കേറ്. പോട്ടെ.